നല്ലതിനെ വക്രീകരിച്ച് ചിത്രീകരിച്ച് ചൂണ്ടിക്കാട്ടി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും ഇല്ലാത്ത ചില യൂട്യൂബർമാർക്കെതിരെയുള്ള, അതായത് സമൂഹത്തോട് പ്രതിബദ്ധത വേണം കലാകാരന്മാരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കലാകാരനാണ് ഞാൻ. മറ്റു മലയാളത്തിൽ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അതുപോലുള്ള ജോലി എന്ന് പറയാം, സർക്കാർ ജോലി എൻ്റെ ഭാര്യയായിട്ടാണ്. ബുദ്ധിപരമായ ഒരു പുരുഷനെ രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ അങ്ങനെ പരസ്പരം ബുദ്ധിമുട്ടില്ലാ രീതിയിൽ കൊണ്ടുപോയത്. സല്യൂട്ട് ഭാരത്. കൊല്ലം തുളസി അതിഥിയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മുന്നൊരുക്കം നടത്തണമല്ലോ. അപ്പോൾ കൊല്ലം തുളസിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ കണ്ടു. വിവരങ്ങളെക്കാൾ കൂടുതൽ വിവാദങ്ങളാണ് അതിൽ കണ്ടത്. വലിയ നിരാശയുണ്ടോ ഇങ്ങനെ വിവാദങ്ങൾ ഇങ്ങനെ നിരന്തരം വരുന്നതിന്? അതായത് സമൂഹത്തോട് പ്രതിബദ്ധത വേണം കലാകാരന്മാരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കലാകാരനാണ് ഞാൻ. അപ്പോൾ ഇവിടെ സാധാരണ സിനിമ കലാകാരന്മാരുണ്ട്, നാടകകലാകാരന്മാരുണ്ട്. അപ്പോൾ അവരുടേതൊരു പൊതു സംസ്കാരമുണ്ട്. അത്തരം ചിന്താധാരകൾക്കും അപ്പുറത്തായിട്ട് ഉള്ള ഒരു മാർഗത്തിൽ കൂടെയാണ് എൻ്റെ ചിന്തയും യാത്രയും. സമൂഹത്തോട് എപ്പോഴും പ്രതിബദ്ധത വേണം, സമൂഹത്തിലെ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കണം. അതെല്ലാവർക്കും പറ്റത്തില്ല, ചിലർക്ക് പറ്റും. അത് സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം, ലക്ഷ്യബോധത്തോടു കൂടിയായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള ഒരു പാകപ്പടിയിൽ എൻ്റെ മനസ്സിലുണ്ടായിട്ട് എനിക്ക് വിദ്യാഭ്യാസപരമായിട്ടും അറിവിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു അതിൻ്റേതായ ഒരു വഴിക്കൂടെ ഉണ്ടായിട്ടുണ്ടെന്നൊരു വിശ്വാസമുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ചില പ്രതികരണങ്ങൾ ചിലപ്പോൾ വിവാദമായിട്ട് മാറുന്നുണ്ട്. സത്യസന്ധമല്ല, അതെനിക്കറിയാം. അത് അങ്ങനെ വിവാദം ഉണ്ടാകുന്നു, വിവാദത്തിന് വേണ്ടി വിവാദം ഉണ്ടാക്കുന്നില്ല. പക്ഷേ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ വായിൽ നിന്ന് ഒരു വാക്ക് തെറ്റായിട്ട് വീണാൽ അതിനെ എഡിറ്റ് ചെയ്ത് കളയേണ്ട പറയാനും അത് എഡിറ്റ് കളയാൻ ചേട്ടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കുകയും പിന്നെ പോയതിനു ശേഷം അത് തന്നെ എടുത്തിട്ട് വിവാദം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചില വൃത്തികെട്ട ദുഷിച്ചു നാറിയ മാധ്യമ പ്രവർത്തനങ്ങൾ, മാധ്യമ പ്രവണത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഇപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് ഞാനിപ്പോൾ. ഏതാണ് ആ കൂട്ടായ്മ? അതിൻ്റെ ഇപ്പോൾ ഈ അതായത് മെയ് 9, 10, 11 തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് ഞങ്ങളൊരു കേരള സോഷ്യൽ ലിറ്ററസി ഫെസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഫെസ്റ്റ് നടത്തുന്നുണ്ട്. 3 ദിവസം ഉള്ള. അതിൻ്റെ പ്രധാന ലക്ഷ്യം ഇതാണ്: ഇത്തരം അധാർമികതയ്ക്കെതിരെ, ധർമ്മച്യുതിക്കെതിരെ മാധ്യമങ്ങൾ പുലർത്തേണ്ട സാമാന്യമായ ചുമതലകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ നല്ലതിനെ വക്രീകരിച്ച് ചിത്രീകരിച്ച് ചൂണ്ടിക്കാട്ടി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും ഇല്ലാത്ത ചില യൂട്യൂബർമാർക്കെതിരെയുള്ള ഒരു ഒരു പ്രതികാരമൊന്നുമല്ല, ഒരു പ്രതികരണം. അതെങ്ങനെ നന്നാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച. മുഖ്യധാര പത്രപ്രവർത്തനങ്ങളൊന്നും കാണാത്ത രീതിയിൽ ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ട്. മുഖ്യധാര പത്രത്തിലോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയയിലോ ഒന്നും ഇതിന് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഡിപ്ലോമ ജേർണലിസം പാസ്സാകണം, അല്ലെങ്കിൽ കുറച്ച് ഡിഗ്രി വേണം. ഇതൊന്നും വേണ്ട ഇപ്പോൾ ഇതിന്. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബറും ഇതൊന്നും ഒന്നും ആവശ്യമില്ല. ഏത് പശ്ചാത്തലത്തിൽ ഏത് അണ്ടനോടകോടനും സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബറായി തുടങ്ങാം. അവർക്ക് എന്തെങ്കിലും വേണ്ടി പ്രവർത്തിക്കാം, കാശ് മേടിച്ചുകൊണ്ട് പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കാം. അത് വ്രണപ്പെടുത്തുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട്, ഒരുപാട് മനസ്സുകളുണ്ട്, ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഞാനും എൻ്റെ വ്യക്തിയുമാണ് പലപ്പോഴും ഞാൻ എടുത്തു പറയുന്ന ഉദാഹരണങ്ങൾ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അതിനെതിരെയുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ കേരള സോഷ്യൽ മീഡിയ ലിറ്ററസി ഫെസ്റ്റ്. ഒരു കൂട്ടായ്മയാണ്. ഒരു 10 കുറേയധികം സംഘടനകളുടെ ഒരു കൂട്ടായ്മ. എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ONV പറയുന്ന പോലെ വെറുതെ ഈ മോഹങ്ങൾ എന്നറിഞ്ഞിട്ടും വെറുതെ മോഹിക്കുവാൻ മോഹം എന്നുള്ളതും നമ്മൾ മനസ്സിൽ അടിവരയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ചിന്തിക്കാമല്ലോ, പ്രവർത്തിക്കാമല്ലോ. ഒരാൾക്കെങ്കിലും ആ നല്ലൊരു ബോധം വരുമോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചേട്ടൻ സിനിമ മേഖലയിലുള്ള ആളായതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിവാദങ്ങൾ കത്തിക്കറങ്ങുന്നുണ്ടെങ്കിലും അതിനൊരു പരിധി വരെ ഈ പെട്ടെന്ന് പൊട്ടിമുളച്ച ചില സെലിബ്രിറ്റികൾ ഒരു പരിധിവരെ അതിന് വളം വെച്ച് കൊടുക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിഷേധിക്കാൻ പറ്റുന്നില്ല. അവർക്കതിൻ്റെ ഇതെന്താണ്, ഈ മീഡിയ എന്താണെന്ന്
അതിൻ്റെ ശക്തി എന്താണെന്ന്, അതിൻ്റെ ഫലപ്രാപ്തി എന്താണെന്ന്, അത് എവിടേക്കാണ് പോകുന്നത് അവർക്കറിയില്ല. ഒറ്റ മലയാളത്തിൽ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അതുപോലുള്ള അവർക്ക് അന്നേരത്തെ ഒരു പരസ്യത്തിന് വേണ്ടി അങ്ങനെ ഉണ്ടാകാൻ എന്ത് പറയാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയും? അപ്പോഴുണ്ടാകുന്ന പ്രതികരണങ്ങളാണിതെല്ലാം. ഇപ്പം നിങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ സിനിമാ രംഗത്ത് കണ്ടുവരുന്ന ഒരു ദുഷിച്ച ഒരു പ്രവണത ഉണ്ടായിരുന്നു. എന്താണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, സ്ത്രീ പീഡനം, വനിതാ പീഡനം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അത് യഥാർത്ഥത്തിൽ മീഡിയക്കാരുണ്ടാക്കിയ ഒരു കാര്യമല്ലേ? സ്ത്രീ പീഡനം എന്ന് പറയുന്നത് എന്താണ് പീഡനം? ആരാണ് സ്ത്രീ? എന്താണ് പീഡനം? ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് പീഡനമാവുമോ? എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടപ്പെട്ടൊരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒന്നിച്ചു കൂടിയാൽ, ഒന്നിച്ച് യാത്ര ചെയ്താൽ, ഒന്നിച്ച് സംസാരിച്ചാൽ, ഒന്നിച്ചൊരു മുറിയിലിരുന്ന് അവർ ചിലപ്പോൾ ഒരു സിനിമാ കഥ പറഞ്ഞാൽ, അല്ലെ ഈ ജീവിത വിഷമങ്ങൾ പങ്കിട്ടുകൊണ്ട് അത് പീഡനമാവുക. വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് അത് പീഡനമായിട്ട് രൂപാന്തരപ്പെടുന്നു? അവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ഇതിൽ നിന്ന് മുതലാക്കുക. ഓരോ ഉദാഹരണം ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷെ അവസാനം ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഒന്നുമല്ലാതായിത്തീരുന്നു. പ്രതി വാദിയാകുന്നു, വാദി പ്രതിയാകുന്നു. അതല്ലേ ഇപ്പം നടക്കുന്നത്. അപ്പം അത്തരം ഞാൻ പറയാം തെറ്റായ പ്രവണതകൾ നമ്മുടെ എല്ലാ രംഗത്തുമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ സ്ത്രീ പീഡനം ഏത് രംഗത്താണ് ഇല്ലാത്തത്? ജുഡീഷ്യറിയിലില്ലയോ? മെഡിക്കൽ രംഗത്തില്ലേ? മിലിറ്ററിയിലില്ലയോ? ഏത് രംഗത്താണ്? സ്ത്രീകളുണ്ടെങ്കിൽ പിന്നെ ഈ കെ നായനാർ പറഞ്ഞതിൻ്റെ കൂട്ട് അവിടെ സ്ത്രീ പീഡനം എന്നുള്ള അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്കാണ് പറഞ്ഞത്, ഉണ്ടാവല്ലോ. ഇപ്പം വിദേശത്തൊക്കെ അതില്ല. ഇവിടെ അതിനെ ഹൈലൈറ്റ് ചെയ്യുകയാണ്. ആദ്യകാലം മുതൽ സ്ത്രീകൾ പുരുഷനും സ്ത്രീക്ക് വേണ്ടിയുള്ള അത്യാഹിത സന്ദർഭങ്ങളിൽ ഒഴിച്ച് ഈ സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുക എന്ന് പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു സ്ത്രീയുടെ ഒരു അല്പം പോലും ആഗ്രഹമോ സമ്മതമോ ഇല്ലാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയെയും പീഡിപ്പിക്കപ്പെടാൻ നിങ്ങൾ ഈ സോക്കാൾഡ് പീഡനം നടക്കത്തില്ല. അപ്പം അതൊരു വാക്പ്രയോഗമാണ്. ഇപ്പം അതിജീവിതം എന്നുള്ള പേര് പുതിയൊരു വാക്ക് നമ്മൾ പഠിച്ചതുപോലെ പുരുഷൻ അതിജീവിതമല്ലേ? പുരുഷന്മാരെ പക്ഷെ നിയമത്തിൽ പറയുന്നത് പ്രകാരം അതെൻ്റെ സമ്മതപ്രകാരമല്ല എന്ന് പിന്നീട് ആരോപിച്ചാൽ പോലും നിലവിലെ നിയമപ്രകാരം അത് കേസെടുക്കാവുന്ന കുറ്റകൃത്യമായിട്ടാണ് പറയപ്പെടുക. ആ നിയമങ്ങളൊക്കെ മാറ്റി എഴുതണ്ടേ? ഇത് നിയമമാണ് ഇവിടുത്തെ പ്രശ്നം. നിയമത്തെ കാലഹരണപ്പെട്ട പരമ്പരാഗത നിയമ സംഹിതകളൊക്കെ മാറ്റി എഴുതേണ്ട സമയമായില്ലേ? ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഘടന എഴുതിയിട്ട് എത്ര വർഷങ്ങളായി? കാലോചിതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ, വരണ്ടായോ? അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? പഴയതിനെ മൂല്യത്തെ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്നതിനാ? സ്ത്രീ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞ സ്ത്രീയാണോ ഇവിടെ പീഡിപ്പിക്കുന്നത് സമൂഹത്തിൽ? പുരുഷൻ തന്നെയാണ്. ഒരമ്മ സ്ത്രീ എന്നും അവകാശപ്പെടുന്ന ഒരു കാര്യം. 10 മാസം ചുമന്ന് വളർത്തിയ ഒരമ്മ മക്കളോട് പറഞ്ഞു, നിന്നെ ഞാൻ 10 മാസം വയറ്റിലിട്ട് ചുമന്നയാടാ. അത് അവരുടെ വിധിയാണ്. അവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള. പുരുഷന് നേരെ മറിച്ച് ഗർഭം ധരിക്കാനും പ്രസവിക്കാനുമുള്ള കഴിവ് പുരുഷന്മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? നമുക്കിത് തന്നെ അനുഭവപ്പെട്ടേന്. അപ്പം അത് ദൈവഹിതമായിട്ടുള്ള ഒരു അലിഖിത നിയമമാണ്. ഈ 10 മാസം മാത്രമേ അമ്മ കുട്ടിയെ ചുമക്കുന്നുള്ളൂ. ബാക്കി എല്ലാ കാലവും ചുമക്കുന്നത് അച്ഛനാണ്. ആ പാവപ്പെട്ട അച്ഛനെ ആരും അറിയുന്നില്ല. അച്ഛൻ്റെ വേദനകൾ അറിയുന്നില്ല. ജീവിതകാലം മൊത്തം മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്കും മറ്റ് ബന്ധുക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുന്ന ഈ അച്ഛൻ്റെ വേദനകളോ വിഷമങ്ങളോ ആരും മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ അമ്മ എപ്പോഴും പറയുന്ന പ്രയോഗമാണ് 10 മാസം. എടാ 10 മാസം എന്നുള്ള 8 മാസം ആക്കി തരാനായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് ആരെങ്കിലും പറയാം. 8 മാസം അല്ലെ 5 മാസം ആയിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെ ഒരു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യസന്ധമായ ഒരു റെഗുലേഷൻസ് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനെ ഇങ്ങനെ എന്തിനാണ്? അവിടെയാണ് ഈ പത്രമാധ്യമം കൊണ്ട് ഇതിനെക്കുറിച്ച് അങ്ങോട്ട് വേറെ ഒന്നും ഈ രാജ്യത്ത് നടക്കുന്നില്ല. പീഡന കഥകൾ മാത്രമേ ഉള്ളൂ രാജ്യത്ത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഇത്തരം വിവാദങ്ങളാണ് ചർച്ച തുടങ്ങി വെച്ചത് തന്നെ. അതെ. അപ്പോൾ അതിനെതിരെ ഒരു മൂവ്മെന്റ് എന്ന രീതിയിൽ ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന ഫോം ചെയ്തു എന്ന് പറയുകയും ചെയ്തു. അതിന് ഈ പൊതുസമൂഹത്തിൽ നിന്ന് എത്രത്തോളം പിന്തുണ കിട്ടുന്നുണ്ട്? ഒരിക്കലും കിട്ടുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. കാര്യം ഇത്തരം വാർത്തകൾ കാണാനും കേൾക്കാനും കേട്ടിരിക്കുകയാണ്. റീൽസൊക്കെ ഉണ്ടാകുന്നില്ലല്ലോ. ഇതൊക്കെ കേട്ട് ഞാനും ചിരിക്കുന്ന ആൾക്കാണ്. ഒരുപാട് റീൽസൊക്കെ കാണാറുണ്ട്, ചിരിക്കാറ്. ഞാനും ചിലതിനകത്ത് എന്നെ അഭിനയിക്കണമെന്ന് പറഞ്ഞു നമ്മൾ പൈസ കയറ്റിയാൽ അഭിനയിക്കാന്ന് ഞാനും 1-2 അഭിനയിച്ചിട്ടുണ്ട്. ചുമ്മാ 2 മിനിറ്റ് 2 വാചകത്തിൻ്റെ കാര്യമുള്ളൂ. പക്ഷെ അതൊക്കെ അതിന് ഗുണപാഠങ്ങളുണ്ട്. ഞാൻ അഭിനയിച്ചുള്ള ചില ഗുണപാഠങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ട. ചുമ്മാതെ കുറച്ച് തമാശകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില ദുഷിച്ച വാർത്തകളെ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ തന്നെ. ഈ കലയും സിനിമയും നാടകവും ഏതായാലും
ജീവിതത്തിൻ്റെ പുനരാവിഷ്കരണം തന്നെയാണല്ലോ. അതിനകത്തിരി കലാപരമായ മൂല്യങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ കൂടെ ഭാവനയും കൂടെ ആക്കുമ്പോഴാണല്ലോ ഈ ജീവിതം കലയാകുന്ന മാറുന്നത്. അപ്പോൾ ഇതിനെ വികൃതമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ ചേട്ടൻ അഭിനയ രംഗത്തേക്ക് വരുന്ന സമയത്ത് എൻ്റെ അറിവ് വെച്ച് പറയുകയാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഔദ്യോഗിക വൃത്തിയിൽ അവധി എടുത്തിട്ട് നാടകങ്ങളിൽ, സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് ഒരു മുഖ്യധാര നടനായിട്ട് മാറി. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു അഭിനേതാവായിട്ട് മാറാനായിട്ട് അത്ര കടമ്പകളൊന്നുമില്ല. ഇതേപോലെ പറഞ്ഞതുപോലെ ഏതെങ്കിലും റീലിലോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലോ ഒന്ന് വൈറലായി കിട്ടിയാൽ മാത്രം മതി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമയിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള കടമ്പകൾ വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ലളിതമാണ് എന്നൊരു ചിന്ത ഈ പുതിയ തലമുറ അല്ലെങ്കിൽ ഈ സോക്കാൾഡ് ഈ പറയുന്ന ന്യൂജൻ കുട്ടികൾക്ക് വന്ന് ഭവിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുണ്ടാവില്ല. പെട്ടെന്ന് ഒരു സ്റ്റാർഡമും കുറച്ച് പണവും അത് മാത്രമായിട്ട് ചുരുങ്ങി പോകുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും അത് ശരിയാണ്. ഇപ്പം താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ തിരുത്തുണ്ട്. ഞാൻ ഈ സിനിമയ്ക്ക് നാടകങ്ങൾക്ക് വേണ്ടി ഞാൻ ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ കുറവ് വരുത്തുകയൊന്നും ചെയ്യരുത്. കാര്യം എൻ്റെ ചോറതാ. അതിനെ വിട്ട് ഞാൻ പെൻഷൻ പറ്റുന്നവരെ പോയിട്ടില്ല, അപൂർവം സന്ദർഭങ്ങളിൽ ഒഴിച്ചു. കാര്യം അത് എൻ്റെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാമുകിയായിട്ടും ജോലി എന്ന് പറയുന്നത് സർക്കാർ ജോലി എൻ്റെ ഭാര്യയായിട്ടാണ്. ബുദ്ധിപരമായ ഒരു പുരുഷനെ രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ അങ്ങനെ പരസ്പരം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ആ ഒരു തിരുത്തുണ്ട്. രണ്ടാമത് ഞാനൊക്കെ വന്നത് ഞാൻ ബാലനടനായിട്ട് വന്നു. ക്ലബ്ബ് നാടകങ്ങളായി, സ്കൂൾ നാടകങ്ങളായി, പിന്നെ അമച്ചൂർ നാടകങ്ങളായി, പ്രൊഫഷണൽ നാടകങ്ങളായി, പിന്നെ റേഡിയോ നാടകത്തിൽ അഭിനയിച്ചു, പിന്നെ ദൂരദർശൻ നാടകത്തിൽ അഭിനയിച്ചു, ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് വന്നു. പിന്നെയാണ് ഞാൻ സിനിമ നടനായത്. എല്ലാ പടവുകളും കടന്ന ഞാൻ ഇന്ന് ഈ കാണുന്ന നിലയിൽ ഒന്നെങ്കിലും എത്തിയിട്ടില്ല. ആ തിരിച്ചറിവ് എനിക്കുണ്ട്. അല്ല, കൊല്ലം തുളസി എന്ന പറഞ്ഞാൽ അറിയപ്പെടാത്ത ഒരു സംഗതിയല്ല. കൊല്ലം തുളസി ഒരു ബ്രാൻഡാണ്. അതെ, പക്ഷെ അതിന് ഇങ്ങനെയുള്ളൊരു വലിയ കടമ്പകളൊന്നും എന്നെ സംബന്ധിച്ച് ഇതില്ല. അതൊരു പരമ്പരാഗതമായിട്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം, നായകന്മാരെ എണ്ണം കൂടുന്നു, റെമ്യൂണറേഷൻ കൂടുന്നു, കോടികളാണ്. കോടികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സ്വപ്നം കാണാൻ പോലും കോടിയുടെ ആസ്തി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പണ്ട് ലക്ഷപ്രഭു എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ ഞങ്ങളുടെ 1 ലക്ഷം കൊണ്ട് 1 ലക്ഷം. ഇന്ന് ലക്ഷങ്ങൾ, 100 ലക്ഷങ്ങൾ കൂടുന്നതാണ് ഒരു കോടി എന്ന് പറയുന്നത്. ഇന്ന് കോടികളും ഒരു കണക്കില്ലാതെ വന്നിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരികൾ സിനിമയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ക്ലിക്കാവുക, ക്ലിക്കാകുമ്പോൾ പെട്ടെന്ന് റെമ്യൂണറേഷൻ കൂട്ടുക. അതുകൊണ്ട് ഈ അച്ഛനും അമ്മയും മക്കളെയൊക്കെ വളഞ്ഞ വഴിയിൽ കൂടെയൊക്കെ സിനിമാ നായികയാക്കാൻ ശ്രമിക്കും. അവിടെയാണ് തെറ്റുപറ്റുന്നത്. അമ്മ മോളെ കൊണ്ടൊന്ന് പ്രേരിപ്പിക്കും, നീ നാളത്തെ അവസ്ഥയൊക്കെ നീ ഒന്ന് തൽക്കാലം ഒന്ന് വഴങ്ങിയാൽ മതി. എന്തുവാടി നമ്മുടെ വീട്ടിൽ വലിയ കൂടിയ കാറ്, നീ കണ്ടില്ലയോ, കാവ്യമാധവൻ്റെ കണ്ടില്ലയോ, അവരുടെ അവസ്ഥ കണ്ടില്ലയോ, മഞ്ജുവാര്യരെ കണ്ടില്ലയോ, എന്തുവാ നിനക്കും അതാവണ്ടേ, അതുകൊണ്ട് മോളെ ചെയ്യുന്ന കണ്ണടച്ചേരെ എന്ന് ഉപദേശിക്കുന്ന അച്ഛനും കാണും. അമ്മമാരാണ് അച്ഛന്മാർ അങ്ങനെ ഉപദേശിക്കുന്നത്. അമ്മമാരാണ് കൂടെ. എനിക്കറിയാം ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. ഇവരെങ്ങും ആകുന്നില്ല. ഈ പ്രകാശത്തിൽ ഇയാൾ പോലെ തിളറ്റ് വീഴുന്നത്. പക്ഷെ അല്ലാതെ പോകുന്നവരുണ്ട്, ശരിക്കും മൂല്യത്തെ പിടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് കാശ് വരുമ്പോൾ അവർ തെറ്റിലേക്ക് ചിന്തിക്കുന്നു, തെറ്റായി മാറുന്നു. അപ്പോൾ അടുത്തൊരാളെ ജാട കാണിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ മറ്റൊരാൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും ആകാതെ അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം മോശം പ്രവണതകൾക്ക് അതൊരു സംഘടന തുടങ്ങും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കവി സച്ചിദാനന്ദനുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അതൊരു ചെറിയ വിവാദത്തിന് തുടക്കം കുറിച്ചത്. അത് ഈ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഒരു ഫെസ്റ്റ് ഡയറക്ടറായിട്ട് കൊല്ലം തുളസി എന്നൊരു പേര് വെച്ച്. അപ്പോൾ അദ്ദേഹം ഇതിന് ഫുൾ സപ്പോർട്ട് കൊടുത്തത് ഇതിൻ്റെ സംഘാടകർക്ക്. സാക്ഷി എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒരു മാതൃസംഘടനയാണ് ഇത് നടത്തുന്നത്. ഞാൻ അതിനകത്ത് അവിടെ ഒരു അഭ്യുദയകാംക്ഷയായിരുന്നു. പക്ഷെ അവരെന്നോട് പറഞ്ഞു ഞാൻ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു, ചേട്ടനെക്കുറിച്ച് കുറച്ച് അറിയാവുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ അതിന് ഇവരെല്ലാം സപ്പോർട്ട് കൊടുത്തു. സച്ചിദാനന്ദൻ മാഷ്, വൈശാഖൻ മാഷ്, വേറെ ആരോടൊക്കെ അവന് വലിയ പടമൊക്കെ വെച്ച് വലിയ പരസ്യമൊക്കെ കൊടുത്തു. പക്ഷെ ആരോ പിന്തിരിപ്പിച്ചു. കാര്യം കൊല്ലം തുളസി എനിക്കൊരു പുതിയൊരു ലേബൽ സച്ചിദാനന്ദൻ മാഷ് എനിക്ക് തന്നിട്ടുണ്ട്, സംഗി എന്ന്. ശരി. അദ്ദേഹത്തിനോട് എനിക്ക് നന്ദിയുണ്ട്. സച്ചിദാനന്ദൻ മാഷെ കേൾക്കുന്നെങ്കിൽ നന്ദി, എന്നെ സംഖ്യയാക്കിയത്. പിന്നെ മറ്റൊരു സംഖ്യ നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഇപ്പോഴത്തെ ഇളയ തലമുറക്കാരനായിട്ട് വന്ന പ്രിൻസ് ആദിത്യവർമ്മ, അദ്ദേഹത്തിനും സംഖ്യയാക്കി.
ബാക്കിയുള്ള എല്ലാവരും എനിക്കറിയാവുന്ന എല്ലാവരും ഇടതുപക്ഷക്കാരാണ്. അത് കട്ട ഇടതുപക്ഷക്കാർ. ഞങ്ങളുടെ പേര് മാത്രമേ കാര്യം അറിയപ്പെടുന്ന ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. എന്നെ ആക്കി ഇങ്ങനെ കാലഹരണപ്പെട്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാധികാരം നഷ്ടപ്പെട്ട ഇവരൊക്കെയാണോ ഇപ്പോൾ ഞങ്ങളുടെ ഇത് വരുന്നത്? അവരെയൊക്കെ ഞാൻ വലിയ പടങ്ങൾ വെച്ച് ആദരിക്കേണ്ട കാര്യമുണ്ടോ? കൊല്ലം തുളസിയെ സംഖ്യ അവരൊക്കെ വരുന്നത് ഞങ്ങൾക്ക് വരാൻ ഞങ്ങൾക്ക് മാനസികമായിട്ടൊരു വിഷമമുണ്ട് എന്നും പറഞ്ഞൊരു സോഷ്യൽ മീഡിയയ്ക്ക് കൂടെ അദ്ദേഹം പ്രചരിപ്പിച്ചു. അവിടെയാണ് തെറ്റ്. നേരെ വിളിച്ച് പറയാമായിരുന്നു, ആ ചെറുപ്പക്കാരെ വിളിച്ച് പറയാമായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ തിരുത്തുമായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയെ കൂടെ പ്രചരിപ്പിച്ചു, അത് വൈറലാക്കി, അതിനെ ചൂട് പിടിച്ച് കുറച്ച് ആളുകൾ വരാമെന്ന് പറയുക ഇതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങിയത്, അത് തന്നെ അവരെ ഉപദേശിച്ചിട്ട് തിരുത്തവർ മാറ്റി. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തമാശ. ഇപ്പം അദ്ദേഹം രാജിവെച്ചു, ഇന്ന് രാജിവെച്ചെന്നേ അറിയുന്നത്. പച്ച മലയാളത്തിൽ രാഷ്ട്രീയക്കാരുടെ ഏറാമൂളികളായി നടന്ന ഓരോ സ്ഥാനങ്ങൾ അനർഹമായിട്ട് കരസ്ഥമാക്കി ഈ ആളുകളാണ്. അവർ കാലഹരണപ്പെട്ട് ഇങ്ങനെ പോകും. ഇവരൊക്കെ വലിയ ഇത് എനിക്ക് പറയാൻ സത്യം പറയാൻ എനിക്ക് നാണക്കേട് വന്നുണ്ട്. ഇവരൊക്കെ സാഹിത്യകാരന്മാർ, ഇവരൊക്കെ കവികളാണ്. എന്തേ ഇവരുടെ സങ്കുചിതമായ ചിന്തകൾ? ഇവർക്കെന്താ ഈ പക്ഷം എന്താ? ഇവർക്കെന്താ ഒരേ രാഷ്ട്രീയ ചിന്തയിൽ കൂടെ പോകുന്നത്? സ്വതന്ത്രമായി ചിന്തിച്ചൂടെ അവർക്ക്? അതല്ലേ ധാർമ്മികത? അതല്ലേ മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഇവരെ പോലെ ചിന്തിക്കും. ഒരു കവിയായിരുന്നാൽ കവി പലർക്കും പറ്റില്ല. ഇടതുപക്ഷത്തിന് മാത്രമോ അല്ലെ വലതുപക്ഷത്തിന് മാത്രമോ അല്ല വേണ്ടത്, പൊതുവായിട്ടുള്ള ചിന്താഗതികളാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അവരുടെയൊക്കെ ചിന്താഗതികൾ മാറിപ്പോകുന്നതിൽ സഹതപിക്കാനേ പറ്റുന്നുള്ളൂ.